നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. തെരുവുനായ്ക്കൾ ആടിനെയും ആട്ടിൻകുട്ടികളെയും കടിച്ചുകൊന്നു. കാട്ടാക്കട കൈതക്കോണം ജയയുടെ വീട്ടിലെ തള്ള ആടിനെയും ആട്ടിൻകുട്ടികളെയുമാണ് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം. തള്ള ആടിനെ കഴുത്തിൽ കടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന സമയമാണ് പുറത്തു പോയിരുന്ന ജയ വീട്ടിലേക്ക് വന്നത്. ആടിനെ ആക്രമിക്കുന്നത് കണ്ട് ജയ ബഹളം വച്ചപ്പോൾ ആടിനെ ഉപേക്ഷിച്ച് തെരുവുനായ്ക്കൾ ഓടിമറഞ്ഞു. കഴുത്തിൽ പരിക്കേറ്റ തള്ള ആട് കുറച്ചു നേരം കിടന്നുവെങ്കിലും ചത്തു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ആട്ടിൻകുട്ടികളെയും ചത്ത നിലയിൽ കണ്ടത്. ഒരു ആട്ടിൻകുട്ടി വീടിന് മുന്നിലും ഒന്ന് പറമ്പിലുമായി കിടന്നിരുന്നു. ജയ നായ്ക്കളുടെ ആക്രമണത്തെക്കുറിച്ച് പൂവച്ചൽ പഞ്ചായത്തിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് മലയിൽ ഒരാവശ്യമായിട്ട് പോയിരിക്കുകയായിരുന്നു. അവിടെ രാവിലെ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അവര് പോകാൻ സമയത്ത് ഗേറ്റ് കൊണ്ടിടാൻ മറന്നുപോയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു കൂട്ടം പട്ടികൾ ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ വന്ന് നോക്കുമ്പോഴേ ഒരു കൂട്ടം പട്ടികൾ വീട്ടിൻ്റെ മുറ്റത്ത്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് രണ്ട് ആട്ടിനെ കടിച്ചു കൊന്ന് ഇട്ടിരിക്കുന്നത്. അടുത്ത് വലിയൊരു ആട്ടിനെ കഴുത്തിൽ കടിച്ച് വലിച്ച് അഴിച്ചുകൊണ്ട് വരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഓടി പട്ടി എന്ന് വിളിച്ച് ഇങ്ങനെ ഓടി വന്നപ്പോഴത്തേക്ക് എന്നെയും കൂടെ കടിക്കുമെന്ന് തോന്നി. ഈ പട്ടികളെല്ലാം ഞാൻ പറഞ്ഞ എൻ്റെ സൈഡിൽ കൂടെ നാല് ഭാഗത്തായിട്ട് പട്ടി ഓടി പട്ടികളെല്ലാം രക്ഷപ്പെട്ട്. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് വലിയ ആട്ടിനെ നോക്കിയപ്പോഴും തള്ളാട്ടിനെ ഒന്നും ചെയ്തിട്ടില്ല. അതിനെ കടിക്കാനുള്ള ശ്രമം ആയിരുന്നായിരിക്കും ഒരുപക്ഷെ ഇതിനെ കൊന്നിട്ടിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ തെരുവ് നായ്ക്കൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. അത് എൻ്റെ കൊച്ചു ഒരു ദിവസം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയപ്പോഴും അവളെ കടിക്കാൻ വേണ്ടി അവിടെ താഴ്ഭാഗത്ത് ഞാൻ വണ്ടി വയ്ക്കുന്ന ഭാഗത്ത് ഇതുപോലെ അവള് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഈ പട്ടി അവളെ കടിക്കാനായിട്ട് ഓടിച്ച്. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയി ഒരു വടിയും കൊണ്ടുപോയി അതിനെ വിരട്ടി ഓടിച്ച്. ഇവിടെ എപ്പോഴും ഇതുപോലെ പട്ടിശല്യം തന്നെയാണ്. ഒരു നേരം ആകുമ്പോഴും അപ്പുറത്തെ വിളയിലൊക്കെ ഭയങ്കരമായിട്ട് പട്ടി കൂക്കൽ വിളിയും കൊരയിലും വേളമാണ്. പിന്നെ ഇത്രയും വലിയ ഒരു നഷ്ടം എൻ്റെ ഇവിടെ വന്ന് അതൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പലപ്പോഴും വിളയിൽ കെട്ടിയിട്ടുണ്ട്, എന്നാലും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത് വീട്ടുനടയിൽ കയറിയത് ഇങ്ങനെ ചെയ്തതിൽ വളരെ വേദനയും വിഷമമുണ്ട്.